അസ്സലാമു അലൈക്കും. ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മൾ വീഡിയോ ഒരു മന്ത്ലി പ്ലാനർ റെഡിയാക്കുന്നതിൻ്റെ വീഡിയോ ആണ്. മന്ത്ലി പ്ലാനറിൽ ഇസ്ലാമിക് പ്ലാനറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവും. ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് കുറേ ആളുകൾ വെയിറ്റിംഗ് ആണെന്നറിയാം. ഞാൻ കമൻസൊക്കെ വായിക്കാറുണ്ട് നിങ്ങളെ. പക്ഷേ എനിക്ക് വീഡിയോ ചെയ്യാനൊരു ടൈം കിട്ടാത്തതുകൊണ്ടാണ്. വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊക്കെ അത്യാവശ്യം ടൈം വേണം. അപ്പോൾ എനിക്ക് അങ്ങനൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങളെ കമൻസ് വായിച്ചപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാതിരിക്കാനും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഒരു പ്ലാനർ വേഗം റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പ്ലാനർ അത്ര പെർഫെക്ഷനൊന്നും ആയിട്ടില്ല. എന്നാലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കണ്ടൻറ്റും ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന ആളാണെങ്കിൽ ഈ ഒരു പ്ലാനർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്യാഷ് ചിലവൊന്നുമില്ല. നമ്മളെ കയ്യിലൊരു പഴയ നോട്ട് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഒരു 5-6 പേജാണ് നമുക്ക് ഈ ഒരു പ്ലാനർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഞാനിപ്പോൾ അതാ ഫസ്റ്റ് പേജാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പേജ് കുറച്ച് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കളേഴ്സൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ വാട്ടർ കളറാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കളർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു മാസം ദുൽഹിജ്ജ മാസം ആയതുകൊണ്ടും വലിയ പെരുന്നാൾ വരുന്നതുകൊണ്ടും ഞാനിങ്ങനെ കുറച്ച് ലാൻഡേണൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊന്നും ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മൾ പ്ലാനർ കുറച്ച് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. എനിക്കിങ്ങനെ കുറേ ഡിസൈനൊക്കെ ചെയ്ത് നല്ല ഭംഗിയൊക്കെ വരുത്തിയാലാണ് പ്ലാനർ എടുത്ത് നോക്കാനും അതിൽ മാർക്ക് ചെയ്യാനൊക്കെ തോന്നാറുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി ഞാനിതിൽ ജൂൺ എന്നെഴുതുന്നുണ്ട്. നമ്മളെല്ലാ മാസവും ഇസ്ലാമിക് പ്ലാനർ റെഡിയാക്കാറുള്ളത് ഇസ്ലാമിക് ഡേറ്റ് വെച്ചിട്ടാണ്. പക്ഷേ ഈ മാസം എനിക്കങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ജൂൺ മാസത്തിലെ പ്ലാനറാണ് ഫസ്റ്റ് റെഡിയാക്കുന്നത്. ഇനി ഞാൻ ജൂൺ മന്തിലെ കലണ്ടറാണ് എഴുതി വെക്കുന്നത്. ഇങ്ങനെ നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്പെഷ്യലായ ഡേ ഒക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കണമെങ്കിലൊക്കെ ഹെൽപ്ഫുള്ളാണ്. ഞാനിതിൽ 5, 6 എന്നീ ഡേറ്റാണ് ഇപ്പോൾ മാർക്ക് ചെയ്ത് വെക്കുന്നത്. 5-ാം തീയതി അറഫ ദിനം, 6-ാം തീയതി ബലിപെരുന്നാളും ആണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് പേജാണ് റെഡിയാക്കാൻ പോകുന്നത്. സെക്കൻഡ് പേജിൽ ഞാൻ ഹാബിറ്റ് ട്രാക്കറാണ് എഴുതുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ ഈ ഒരു ട്രാക്കർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് ഞാൻ ഇതുപോലെ കുറച്ച് സർക്കിൾ വരക്കുന്നുണ്ട്. നമ്മൾക്ക് എന്തൊക്കെ ഹാബിറ്റ്സാണ് ഇതിൽ എഴുതേണ്ടത് അത്രയും സർക്കിൾ വരച്ചെടുക്കുക. ഇനി ഓരോ ഹാബിറ്റ്സായിട്ട് നമുക്കിതിൽ നോട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് ഞാൻ എക്സസൈസാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ 1 മുതൽ 30 വരെയുള്ള ഡേറ്റ് എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൽ പറഞ്ഞ പോലെ ഓരോ ദിവസം നമ്മൾ ഈ ഹാബിറ്റ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ടിക്ക് മാർക്ക് ചെയ്യാം, ചെയ്തിട്ടില്ലെങ്കിൽ ക്രോസും മാർക്ക് ചെയ്യാം. രണ്ടാമത്തേതിൽ ഞാൻ സ്റ്റഡിയാണ് എഴുതിയിട്ടുള്ളത്. സ്റ്റഡി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും പുതിയ കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ലാംഗ്വേജ് ആണെങ്കിൽ ഇംഗ്ലീഷ്, അറബിക്, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ലാംഗ്വേജിനെ കുറിച്ചിട്ട് പഠിക്കുക. അങ്ങനെ ചുരുങ്ങിയതൊരു 30 മിനിറ്റ്സ് എങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. മൂന്നാമത്തത് ഞാൻ ക്രിയേറ്റീവ് ആണ് എഴുതുന്നത്. അതായത് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഡ്രോയിങ്, പെയിൻറ്റിങ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അതല്ലെങ്കിൽ ക്രാഫ്റ്റ്സ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് നമ്മളെ മൈൻഡൊന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓവറായിട്ട് മൊബൈൽ അഡിക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്കത് കുറക്കാൻ പറ്റും. ഇനി നാലാമത്തത് ഞാൻ സ്കിൻ കെയറാണ് എഴുതുന്നത്. സ്കിൻ കെയർ ഞാൻ കുറച്ച് ദിവസം കറക്റ്റായിട്ട് ചെയ്യും, പിന്നെ എനിക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഈ മാസം എന്തായാലും സ്കിൻ കെയർ നന്നായി ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ സമ്മർ സീസണാണ്. അതുകൊണ്ട് സ്കിന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തായാലും പ്രശ്നമാണ്. അഞ്ചാമത്തത് ഞാൻ ക്ലീനിങ് ആണ് എഴുതിയിട്ടുള്ളത്.
നമുക്ക് നമ്മളെ റൂം, കിച്ചണ് അങ്ങനെ ഓരോ ദിവസം ഓരോ കാര്യങ്ങളായിട്ട് ക്ലീൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനങ്ങനെ എഴുതിയിട്ടുണ്ട്. 6ാമത്തത് ഞാൻ യൂട്യൂബ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡെയിലി ഒന്നും ഇല്ലെങ്കിലും ഒരു 2-3 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2 വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ അത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ സെക്കൻഡ് പേജ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് പേജ് നോക്കാം. ഇതിൽ ഞാൻ മീൽ പ്ലാനറാണ് എഴുതാൻ പോകുന്നത്. അതായത് നമ്മൾ ജോലിയൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പ്ലാനറാണ് മീൽ പ്ലാനർ. ഒരുപാട് പേർക്കുള്ളൊരു പരാതിയാണ്, എത്ര നേരത്തെ എണീറ്റാലും ജോലികളൊന്നും വേഗം ചെയ്ത് കഴിയുന്നില്ല, ഒന്നിനും ടൈം കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് ഈ ഒരു മീൽ പ്ലാനർ. നമ്മൾ എന്ത് കാര്യം പ്ലാൻ ചെയ്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മൾ കുക്കിങ്ങിൻ്റെ കാര്യം. കുക്കിങ്ങിൽ നമ്മൾ കറക്റ്റ് ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗം അത് ചെയ്ത് തീർത്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ടൈം ഉണ്ടാവും. നമ്മളിങ്ങനെ ഒരു മീൽ പ്ലാനർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ ദിവസവും എന്തൊക്കെയാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ നമുക്കുണ്ടാവും. അതുകൊണ്ട് 2 ഉപകാരമാണുള്ളത്. ഒന്ന്, നമുക്ക് വേഗം ജോലികളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും, ടൈം സേവിങ്സ് ആണ്. 2ാമത്തത്, നമുക്ക് അധിക ചിലവുകൾ വരില്ല. നമ്മളിങ്ങനെ 1 വീക്കിലേക്കുള്ള മീൽസ് പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വാങ്ങി വെക്കേണ്ടതെന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ ഒരുമിച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാഷും ലാഭമാണ്. പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുള്ള അമിതമായ ചിലവ് വരുന്നതും ഒരു പരിധി വരെ നമുക്ക് കുറക്കാൻ പറ്റും. അങ്ങനെ ഫസ്റ്റ് നമ്മൾ മീൽ പ്ലാനറിന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ബോക്സ് വരച്ചു. ഇനി ഓരോ കോളത്തിന് നേരെയും നമ്മൾ വീക്കിലെ ഓരോ ഡേ എഴുതി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ഓരോ വീക്കിലാണ് മീൽ പ്ലാനർ റെഡിയാക്കുന്നത്. അതിൽ ഞാൻ ഫസ്റ്റ് വീക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അങ്ങനെ ഓരോന്നും എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ സൺഡേയിൽ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പ്ലാൻ, അത് നമ്മളിവിടെ ഈ ഒരു കോളത്തിൽ എഴുതി വെക്കുക. അതേപോലെ ലഞ്ചിന് എന്താണോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതവിടെ എഴുതി വെക്കുക. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതേപോലെ നമുക്ക് സെക്കൻഡ് വീക്കിലും തേർഡ് വീക്കിലും ഒക്കെ എഴുതണം. അങ്ങനെ നമ്മൾ 1 മന്തിലേക്കുള്ള മീൽ പ്ലാനറാണ് ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആക്കുന്നത്. തേർഡ് പേജിൽ നമ്മൾ ബഡ്ജറ്റ് പ്ലാനറാണ് എഴുതാൻ പോകുന്നത്. അതായത് ഒരു ഫിനാൻഷ്യൽ കൺട്രോളിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നൊരു പേജാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബഡ്ജറ്റ് പ്ലാനർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വെച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ വരക്കുക. ഞാനിപ്പോൾ ഇത് നല്ല സ്പീഡിലാണ് കാണിക്കുന്നത്, ഇല്ലെങ്കിൽ നമ്മളെ വീഡിയോ നല്ല ലെങ്ത് ആയി പോവും. എനിക്കങ്ങനെ ഒരുപാട് ലെങ്ത് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാനൊന്നും താല്പര്യമില്ല. ചെറിയ വീഡിയോസ് ചെയ്യാനാണ് കൂടുതലിഷ്ടം. അതല്ലെങ്കിൽ നിങ്ങൾക്കും അതൊരു ബോറടി ആയി പോവും. ഇപ്പോൾ ഈ ഒരു വീഡിയോ ടോട്ടൽ 1 മണിക്കൂറിൻ്റെ മുകളിലുണ്ടായിരുന്നു ലെങ്ത്ത്. അത് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടും സ്പീഡ് കൂട്ടിയിട്ടൊക്കെ ആയിട്ട് ഇത്രയും ലെങ്ത്ത് കുറച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബോറടിച്ചോന്നറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇനീഷ്യൽ ബാലൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ മന്തിൽ നമ്മളതിൽ വല്ല സേവിങ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാഷൊക്കെ ബാലൻസ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ടാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി അടുത്തത് നമ്മൾ എഴുതുന്നത് നമ്മളെ ഇൻകത്തിനെ കുറിച്ചിട്ടാണ്. അതായത് ഈ ഒരു മാസത്തിൽ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ഇൻകം കിട്ടുന്നത് എന്നുള്ളതാണ് ഈ ഒരു ബോക്സിൽ എഴുതേണ്ടത്. ഇപ്പോൾ ഹസ്ബൻഡിനും വൈഫിനും സാലറി കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു ബോക്സിൽ എഴുതി വെക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും റെൻറ്റോ അല്ലെങ്കിൽ വല്ല ബിസിനസ്സിൻ്റെ പ്രോഫിറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ആ എമൗണ്ടൊക്കെ ഇതിൽ എഴുതി വെക്കാം. അതായത് നമുക്ക് കിട്ടുന്ന വരുമാനം ഏതൊക്കെയാണോ അതൊക്കെ ഈ ഒരു ബോക്സിൽ എഴുതി വെക്കാം. അടുത്ത ബോക്സിൽ നമ്മൾ എക്സ്പെൻസാണ് എഴുതുന്നത്. അതായത് ഫിക്സ്ഡ് എക്സ്പെൻസ്. ഫസ്റ്റ് കോളത്തിൽ ഡേറ്റ് എന്ന് എഴുതുന്നുണ്ട്, സെക്കൻഡ് കോളത്തിൽ ഫിക്സ്ഡ് എക്സ്പെൻസസ്, തേർഡ് കോളത്തിൽ എമൗണ്ട്. ഇതാണ് നമ്മളിവിടെ എഴുതുന്നത്.
ഈ ഫിക്സഡ് എക്സ്പെൻസസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് തീരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് ചിലവുകൾ. അതായത് നമ്മളിപ്പോൾ റെൻറ്റ് ഹൗസിലാണെങ്കിൽ റെൻറ്റ് കൊടുക്കണം, പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, കുട്ടികളെ സ്കൂൾ ഫീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫിക്സഡ് എക്സ്പെൻസസിൽ എഴുതി വെക്കേണ്ടത്. അതായത് നമ്മളെ അത്യാവശ്യ ചിലവുകൾ. ഇനി അടുത്തൊരു ബോക്സിൽ ഇതുപോലെ 3 കോളംസ് വരയ്ക്കുന്നുണ്ട്. അതിൽ നമ്മൾ അതർ എക്സ്പെൻസസ് ആണ് എഴുതുന്നത്. അതിൽ ഫസ്റ്റ് കോളത്തിൽ ഡേറ്റ്, സെക്കൻഡ് കോളം അതർ എക്സ്പെൻസസ്, തേർഡ് കോളം എമൗണ്ട്, അങ്ങനെ എഴുതുന്നുണ്ട്. ഇതിൽ നമുക്ക് കൂടുതലായിട്ട് വരുന്ന എക്സ്പെൻസസ് ആണ് എഴുതുന്നത്. അതായത് അത്യാവശ്യമായിട്ടുള്ളതല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ. ഇപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ക്യാഷ് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ എഴുതി വെക്കേണ്ടത്. അതായത് നമ്മളെ ആവശ്യങ്ങൾക്കല്ലാതെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്ന ക്യാഷ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതാണ് അതർ എക്സ്പെൻസസിൽ എഴുതേണ്ടത്. ഇനി നമ്മൾ ചെറിയൊരു ബോക്സ് കൂടി വരച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ സമ്മറിയാണ് എഴുതുന്നത്. അതായത് ഈ ഒരു മന്തിൽ നമുക്ക് എത്രത്തോളം ഇൻകം കിട്ടി, അതിൽ നിന്ന് എത്രത്തോളം എക്സ്പെൻസ് വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിൽ ഇൻകം എത്രയാണോ അത് ടോട്ടൽ അതിൽ എഴുതി വെക്കുക. എന്നിട്ട് ഫിക്സഡ് എക്സ്പെൻസസ് എത്രയാണ് ടോട്ടൽ അത് അതിൽ നിന്ന് മൈനസ് ചെയ്യുക. അതേപോലെ തന്നെ അതർ എക്സ്പെൻസസും അതിൽ നിന്ന് മൈനസ് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു ബാലൻസ് കിട്ടും. അതാണ് നമ്മളെ ആ മന്തിൽ എത്രത്തോളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ഫൈനൽ ബാലൻസ്. പിന്നെ ഞാനിവിടെ മുകളിലൊരു ഗോൾസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ 50% നമ്മളെ ഫിക്സഡ് എക്സ്പെൻസസിനും, 30% അതർ എക്സ്പെൻസസിനും, 20% സേവിങ്സിനും അങ്ങനെ വെക്കണം എന്നുള്ളതാണ് ഗോൾസായിട്ട് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. പിന്നെ അവോയ്ഡ് അൺനെസസറി എക്സ്പെൻസസ്, അതായത് അമിതമായിട്ടുള്ള ചിലവുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും എന്നുള്ളതും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മന്ത്ലി പ്ലാനറിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇസ്ലാമിക് പ്ലാനറാണ് റെഡിയാക്കുന്നത്. ദുൽഹിജ്ജ മാസത്തിലെ പ്ലാനറാണ്. ദുൽഹിജ്ജ മാസം ഹജ്ജിൻ്റെ മാസം ആയതുകൊണ്ട് ഞാൻ പരിശുദ്ധ കഅബയുടെ പിക്ക് വരച്ചിട്ടുണ്ട്. അത്ര പെർഫെക്ഷനൊന്നുമില്ല, എന്നാലും എനിക്കറിയുന്ന രീതിയിൽ ഞാനിങ്ങനെ വരച്ചെന്നേ ഉള്ളൂ. അടുത്തതായിട്ട് ഞാൻ ദുൽഹിജ്ജ എന്ന് എഴുതുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ഒരു പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുണ്ട്. അതായത് കറക്റ്റ് ടൈമിൽ നിസ്കരിക്കുക, പിന്നെ ഖുർആൻ പാരായണം ചെയ്യുക, ദിക്റുകൾ ചൊല്ലുക, നോമ്പെടുക്കുക, പിന്നെ ധാരാളം ദുആ ചെയ്യുക, സ്വതക്ക ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കുറച്ച് പിക്കൊക്കെ വരച്ചതാണ്. ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മുതൽ നമ്മൾ പെരുന്നാളിന് ചെയ്യേണ്ട കാര്യങ്ങൾ വരെയുള്ളതൊക്കെ നമ്മൾ ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ഇനി ഞാനിതാ ഇതിൽ ചെറിയൊരു തോട്ട്സ് എഴുതുന്നുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നന്മ ചെയ്യുന്നത് അള്ളാഹു വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു തോട്ട്സാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതേപോലെ അള്ളാഹു അക്ബർ, ലബ്ബൈക്ക് അള്ളാഹുമ്മ ലബ്ബൈക്ക്, അങ്ങനെയുള്ളതൊക്കെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ നമ്മളെ ഫസ്റ്റ് പേജ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ അടുത്ത പേജിൽ പ്രയർ ട്രാക്കറാണ് എഴുതുന്നത്. ഈ ഒരു പേജിൽ തന്നെയാണ് നമ്മൾ സലാ ട്രാക്കറും ഖുർആൻ റീഡിങ്ങും ഫാസ്റ്റിങ്ങും അങ്ങനെ എല്ലാ കാര്യങ്ങളും എഴുതുന്നത്. ഫസ്റ്റ് ഞാനൊരു കോളത്തിൽ ഡേറ്റ് എന്ന് എഴുതിയിട്ട് 1 മുതൽ 30 വരെയുള്ള ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കോളത്തിൽ ഫാസ്റ്റിംഗ് ആണ് എഴുതുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ നിസ്കാരങ്ങൾ 5 വക്ത് നിസ്കാരങ്ങൾ എഴുതുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി സുന്നത്ത് നിസ്കാരങ്ങളാണ് എഴുതുന്നത്. 1 തഹജ്ജുദ്, 2 ളുഹ, അങ്ങനെ 2 നിസ്കാരങ്ങളും എഴുതിയിട്ടുണ്ട്. ഇനി ഖത്തമുൽ ഖുർആൻ എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഓരോ ജുസ് കംപ്ലീറ്റ് ചെയ്താലും ഇതിൽ ഓരോ ഡേറ്റിന് നേരെ എഴുതി വെക്കുക. ഇനി നമ്മൾ ഓരോ നിസ്കാര ശേഷം ചൊല്ലാറുള്ള സൂറത്തുകളാണ് എഴുതുന്നത്. ഫജ്ർ നിസ്കാര ശേഷം സൂറത്തു യാസീൻ, ളുഹർ നിസ്കാര ശേഷം സൂറത്തുൽ ഫത്ത്ഹ്, അസ്ർ നിസ്കാര ശേഷം സൂറത്തുൻ നബ,
മഗ്‌രിബ് നിസ്കാര ശേഷം സൂറത്തു വാക്കിയ, പിന്നെ ഇത് ദുൽഹിജ്ജ മാസം ആയതുകൊണ്ട് സൂറത്തുൽ ഫജ്റും കൂടി എഴുതുന്നുണ്ട്. ഇശാ നിസ്കാര ശേഷം സൂറത്തുൽ മുൽക്ക്, ഇത്രയും എഴുതുന്നുണ്ട്. അതിൻ്റെ അടുത്ത കോളത്തിൽ സ്വലാത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്നത് എത്രയാണോ അത്രയൊക്കെ ചൊല്ലുക. പിന്നെ മോർണിംഗ് അദ്കാർ, ഈവനിങ് അദ്കാർ, അങ്ങനെ 2 കോളംസ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ പ്രയർ ട്രാക്കറായിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത പരിപാടി നമ്മൾ പേജ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ വാട്ടർ കളർ വെച്ചിട്ട് ഓരോ കോളംസിനും ഇഷ്ടമുള്ള കളേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ഓരോ സെക്ഷൻ, അതായത് ഇപ്പോൾ ഡേറ്റിന് ഒരു കളറ്, ഫാസ്റ്റിങ്ങിന് ഒരു കളറ്, പിന്നെ ഫർള് നിസ്കാരങ്ങൾക്ക് എല്ലാത്തിനും ഒരു കളറ്, അങ്ങനെ ഡിഫറെൻ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കളർ തീമാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പ്ലാനറിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ കറക്റ്റ് ടൈമിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ടിക്ക് മാർക്ക് ചെയ്യാം, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ക്രോസ് മാർക്ക് ചെയ്യാം. നമുക്ക് ഒരു നിസ്കാരം നഷ്ടപ്പെട്ടു, നമ്മളത് ഖളാ വീട്ടി എന്നാണെങ്കിൽ ഒരു ക്രോസ് മാർക്ക് ചെയ്യാം. നമുക്ക് പീരീഡ്സ് ടൈം ആണെങ്കിൽ ഒരു ഡോട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ്. ഇനി ഞാൻ ഏറ്റവും മുകളിൽ പ്രയർ ട്രാക്കർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതിങ്ങനെ ഒഴിഞ്ഞു കിടക്കുമ്പോൾ പ്ലാനർ കാണാനൊരു ഭംഗിയില്ല. അപ്പോൾ ഞാനവിടെ നമ്മളെ ബാങ്ക് കൊടുക്കുമ്പോഴുള്ള വരികളുണ്ടല്ലോ, ഹയ്യ അലൽ സ്വല, ഹയ്യ അലൽ ഫല എന്നുള്ളത്, അത് എഴുതിയിട്ടുണ്ട്. കം ടു പ്രയർ, കം ടു സക്സസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയായപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാനർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പ്ലാനർ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ വീട്ടിൽ കുട്ടികൾക്കൊക്കെ, നിസ്കരിക്കാനായ കുട്ടികൾക്കൊക്കെ ഇതൊന്ന് റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കും നിസ്കരിക്കാനും ഖുർആൻ ഓതാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് വരും. കാരണം ഇതിൽ ടിക്ക് ചെയ്യാലോ എന്നുള്ളൊരു സന്തോഷം കൊണ്ട് അവർ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യും. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.